എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിൻ്റെ റമദാൻ മുബാറക്ക്. പുണ്യമാസം ഇങ്ങനെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണല്ലോ. ഇതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് റമദാനിലെ മറ്റു കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയം കിട്ടും. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കാറുണ്ട്. അതെന്തൊക്കെയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. ഇതുപോലെ കുറച്ച് തേങ്ങയൊക്കെ എടുത്തൊന്ന് വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറികൾക്കൊക്കെ വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാകാൻ നേരം പെട്ടെന്ന് തന്നെ നമുക്ക് അതെടുത്ത് അരച്ചെടുത്ത് ചേർക്കാവുന്നതാണ്. അപ്പം നമുക്ക് സമയം കുറച്ച് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ അരച്ച് പേസ്റ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കറികളിലൊക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ഒരല്പം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ടാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെക്കുന്നത്. അതിനുശേഷം വെള്ളമയം ഒട്ടും ഇല്ലാത്തൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ സൂക്ഷിച്ചാൽ മതി. പിന്നെ നമ്മളതെപ്പോഴും നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കാവുള്ളൂ. പിന്നെ ഇത് ഒരു 2 ആഴ്ച കാലമെങ്കിലും ഫ്രിഡ്ജിന് താഴത്തെ തട്ടിൽ ഒട്ടും കളറൊന്നും മാറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഏലക്കയൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാൻ പോവാണ്. ഏലക്ക പൊടിക്കുമ്പോൾ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ നോമ്പ് സമയത്തൊക്കെ പലതിൻ്റെ അതും ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാറുണ്ടല്ലോ. ഇതൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ ഗരം മസാലയും പൊടിച്ച് വെക്കാറുണ്ട്. എപ്പോഴും നമ്മൾ വീട്ടിൽ ഫ്രഷായിട്ട് പൊടിക്കുന്നതായിരിക്കും കടകളിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലയെക്കാട്ടി നല്ലത്. ഞാൻ പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ബ്രെഡ് ഇവിടെ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് കുപ്പിയിൽ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കട്ട്ലേറ്റോ മീറ്റ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതങ്ങനെ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് പിന്നെ ഞാൻ കുറച്ച് ഇറച്ചിയൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി വേവിച്ച് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് നമുക്ക് ആവശ്യാനുസരണം സമോസയ്ക്കോ കട്ട്ലേറ്റിനൊക്കെ വേണ്ടി എടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണി കുറച്ച് എളുപ്പമാവുമല്ലോ. ഇതുപോലെ അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ഫില്ലിങ് തന്നെ ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഓരോരോ ചെറിയ പൊതികളായിട്ട് വെക്കുകയാണെങ്കിൽ സമോസയോ അല്ലെങ്കിൽ മീറ്റ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയാക്കാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അച്ചാറാണ്. നോമ്പിൻ്റെ സമയത്ത് കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്ക് ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാകും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണിത്. നാരങ്ങയും അതുപോലെ ഈന്തപ്പഴവും ചെറിയ ഉണക്കമുന്തിരിങ്ങയൊക്കെ ചേർന്നിട്ടുള്ള ഈ അച്ചാറാണ് ഞാൻ അടുത്തായിട്ട് ഇടാൻ പോകുന്നത്. എരിവും മധുരവും എല്ലാം ചേർന്ന ഒരു നല്ലൊരു അച്ചാറാണിത്. ഈന്തപ്പഴത്തിൻ്റെ മധുരവും അതുപോലെ തന്നെ നാരങ്ങയുടെ ചെറിയ പുളിയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അടുത്തതായിട്ട് ഈ റമദാൻ മാസത്തിലേക്ക് വേണ്ടി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷാണ്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൾപ്പൊക്കെ എടുത്തതിന് ശേഷം അത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കണം. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൾപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് നാരങ്ങയുടെയോ അതുമല്ലെങ്കിൽ ഓറഞ്ചിൻ്റെയൊക്കെ സ്ക്വാഷ് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് എളുപ്പമാകും. നമ്മുടെ പണി ഒന്നും കൂടി ഒന്ന് എളുപ്പമായി കിട്ടും. അതുപോലെ നാരങ്ങയുടെയൊക്കെ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ഇഞ്ചിയും പിന്നെ പുതിനയുടെ ഇലയൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് പണിയൊക്കെ എളുപ്പമാകും. ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തു വെക്കുന്നത്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും പണി എളുപ്പമാകും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമദാനിലെ ഭക്ഷണക്രമം എന്ന് പറയുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം എപ്പോഴും ലളിതമായ ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ധാരാളം പച്ചക്കറികൾ സാലഡായും സൂപ്പ് രൂപത്തിലും കഴിക്കണം. പിന്നെ അമിത ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നോമ്പിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾക്ക് വരും നമുക്ക് മറ്റ് അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ധാരാളം വെള്ളം കുടിക്കാൻ മറക്കരുത്. അതുപോലെ എണ്ണയിൽ പൊരിച്ച കടികൾക്ക് പോലെ ആവിയിൽ വേവിച്ചതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും വീട്ടിലുണ്ടാക്കിയത് മാത്രം കഴിക്കുക. പിന്നെ പൊരിച്ചതും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, പഞ്ചസാര അധികമുള്ളത്, അതുപോലെ ധാരാളം എരിവും മസാലയും ചേർന്ന ഭക്ഷണം ഇവയെല്ലാം മിതമാക്കുന്നതായിരിക്കും നമ്മുടെ ദഹനത്തിനും ആരോഗ്യത്തിനും നല്ലത്.
പിന്നെ പഴങ്ങൾ ധാരാളം കഴിക്കുന്നത് നോമ്പിൻ്റെ ക്ഷീണം കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. കോള പോലെ ഒരുപാട് മധുരമുള്ളതൊക്കെ തീർത്ത് ഒഴിവാക്കുക തന്നെ വേണം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.